പറയുന്നത് പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം? നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റോടെ BJPയുടെ ക്രൈസ്തവ സ്നേഹം വോട്ട് മാത്രം കണ്ണുവെച്ചാണെന്ന് സഭകൾ ചിന്തിച്ചു തുടങ്ങി. BJPയുമായി സൗഹൃദം തുടരുന്നതിൽ ഇതൊരു മാനദണ്ഡമായിരിക്കുമെന്ന് കർദിനാൾ തുറന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ വോട്ട് കിട്ടുകയുമില്ല, കയ്യിലുള്ള ഹിന്ദു വോട്ട് പോവുകയും ചെയ്യുമെന്ന അവസ്ഥയിലാണ് സംസ്ഥാന BJP നേതൃത്വം. കന്യാസ്ത്രീമാർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിലേക്ക് അയച്ചിട്ടും ജാമ്യം കിട്ടിയുമില്ല. കേസ് NIA കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു. വേണമെങ്കിൽ ഞാനും അവിടെ പോയി ഇരുന്ന് അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും. ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടുന്ന് ഞങ്ങൾ മടങ്ങി വരുള്ളൂ. കന്യാസ്ത്രീമാർക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖരനെതിരെ RSSും ഹിന്ദു ഐക്യവേദിയും രംഗത്തിറങ്ങി. മതം മാറ്റത്തിൽ അന്വേഷണം തീരും മുൻപ് നിരപരാധികളാക്കുന്ന ആവേശം അനീതിയെന്ന് ഹിന്ദു ഐക്യവേദി. പറക്കണ പക്ഷിയെ പിടിക്കാൻ പോകുമ്പോൾ കയ്യിലുള്ളത് പോകുമെന്ന് ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യത്തിൽ BJP നേതൃത്വത്തിനെതിരായ KP ശശികലയുടെ ഒളിയമ്പ്. വിഷയത്തിൽ കേരള BJPക്ക് എന്തിനാണ് വേവലാതി? നിയമം നീതി നടപ്പാക്കാൻ അവിടെ ഒരു സർക്കാർ ഉണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ മുതിർന്ന RSS പ്രചാരകനും ദക്ഷിണ പ്രാന്ത കാര്യകാര്യ സദസ്യൻ K ഗോവിന്ദൻകുട്ടിയുടെ വിമർശനം. അതും BJP കേരളയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ. ഫലത്തിൽ BJP നേതൃത്വത്തിന്റെ ക്രൈസ്തവ പ്രീണന ശ്രമങ്ങളെ സംഘപരിവാർ സംഘടനകൾ തന്നെ തുറന്നെതിർക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.